പിറ്റേന്ന് പുലർച്ചെ തൃക്കോട്ടുകോവിലത്തുള്ള എല്ലാവരും തന്നെ സിറ്റി ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഹേമ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ത്രിലോകിനെയും ശ്രുതിയെയും പ്രാകുവാനും മറക്കുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ മോശമായതിനാൽ തന്നെ അവരോട് ആരും കയർത്ത് സംസാരിച്ചില്ല. അല്പസമയം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടറെ കണ്ടതും വേണുവും ഹേമയും അനിയും എല്ലാം മുന്നോട്ട് വന്നുകൊണ്ട് ഡോക്ടർ എന്താണ് പറയുവാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ നോക്കി നിന്നു. നോക്കൂ, മാളവികയുടെ കാര്യം വളരെ ആഴത്തിലാണ് വെയിൻ കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഇവിടെ ഐസിയുവിൽ കിടക്കുക തന്നെ വേണം. പിന്നെ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. 24 hours കഴിയട്ടെ. അത്രയും പറഞ്ഞ് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേണു, മുത്തശ്ശി അയാളെ വിളിച്ചതും അയാൾ മുത്തശ്ശിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. വേണു, നാളെ ഒരു വിവാഹം നടക്കേണ്ട വീടാണ് നമ്മുടെ കോവിലകം. അതുകൊണ്ട് തന്നെ മാളവിക ഇപ്പോൾ ചെയ്ത പ്രവൃത്തി മറ്റാരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് പുറമേയുള്ളവർ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തറവാട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ ഉണ്ടാകുമല്ലോ. മുത്തശ്ശിയുടെ സംസാരം കേട്ടതും ഹേമയ്ക്കാകെ വിറഞ്ഞു കയറി. അമ്മേ, അമ്മ എന്റെ അമ്മ തന്നെയാണോ? എന്റെ കുഞ്ഞിവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുമ്പോഴാണ് അമ്മയുടെ ഒരു വിവാഹം. ഈ വിവാഹം നടക്കില്ല. എന്റെ കുഞ്ഞിവിടെ ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ വിവാഹം നടത്തേണ്ടത്? അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞു? അതോ ഇപ്പം വലിഞ്ഞു കയറി വന്ന പെണ്ണിന്റെ സ്വഭാവത്തിൽ അമ്മയും വീണോ? ഹേമ മുത്തശ്ശിയെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. അടുത്ത നിമിഷം അവരുടെ കവിളിൽ മുത്തശ്ശിയുടെ കൈ പതിഞ്ഞു. ഒരു നിമിഷം എല്ലാവരും തരിച്ചു നിന്നുപോയി. ഹേമ ഒരു ഞെട്ടലോടെ തന്റെ അമ്മയെ നോക്കി നിന്നു. ശബ്ദിക്കരുത് നീ. എന്തെങ്കിലും ഇനി പറഞ്ഞാൽ നിന്റെ അടുത്ത കവിളിലും അടി വീണിരിക്കും. ഞാൻ നിന്റെ അമ്മയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ. ആ, പിന്നെ നിന്റെ മകളുമായിട്ടുള്ള വിവാഹം എന്റെ ത്രിലോക് എന്നേ വേണ്ട എന്ന് വെച്ചതാണ്. പിന്നെ നാളെ അവന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. നിന്റെ മകളുടെ ഭ്രാന്തിന് നിൽക്കുകയല്ല ഞാനും ബാക്കിയുള്ള കുടുംബക്കാരും. എന്നാലും മാളവിയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നത്? മുത്തശ്ശിക്ക് മാളവികയോടുള്ള നീരസം അവരുടെ മുഖത്ത് തന്നെ പ്രകടമായിരുന്നു. തന്റെ മകളെക്കുറിച്ച് വെറുപ്പാലെ മുത്തശ്ശി പറയുന്നത് കേട്ടതും ഹേമയ്ക്ക് ആകെ എന്തോ പോലെയായി. ഒരു സൈഡിൽ ഇതെല്ലാം കേട്ട് മുഖം കുനിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന ശ്രുതിയെ കണ്ടതും ഹേമയ്ക്ക് അവളെ കത്തിക്കുവാനുള്ള ദേഷ്യം തോന്നിയിരുന്നു. കാറ്റുപോലെ ഹേമ ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് അവളോട് അലറിക്കൊണ്ട് പറഞ്ഞു. തൃപ്തിയായോട് നിനക്ക്? തൃപ്തിയായോന്ന്? ഇതിനെല്ലാം കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാണ്. എന്റെ മകളുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ അവിടെ കെട്ടിലമ്മയെ സുഖിക്കാമെന്ന് കരുതിയോട് നീ. വാഴിക്കില്ലടി ഈ ഹേമ. ഓർത്തു വെച്ചോ നീ. അനി അമ്മയെ പിടിച്ചുകൊണ്ട് പോ. അവൾക്ക് ഭ്രാന്തിളകി എന്നാണ് തോന്നുന്നത്. ഇവളൊക്കെ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ എന്റെ കൃഷ്ണ. ഈ സമയമെല്ലാം ത്രിലോക് ഹേമയോട് എന്തോ പറയാൻ വേണ്ടി മുന്നോട്ട് വരാൻ ഒരുങ്ങിയതും സാഹചര്യം നല്ലതല്ലാത്തത് കൊണ്ട് കൗസല്യ അവന് തടഞ്ഞു നിർത്തുകയായിരുന്നു ചെയ്തത്. മുത്തശ്ശി വന്ന് ഹേമയുടെ കൈ പിടിച്ചു വലിച്ച് അനുയുടെ ഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു. മേലി ഇമ്മാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് നീ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലരുത്. ശ്രുതി ഇനി മുതൽ തൃക്കോട്ട് കോവിലകത്തിന്റെ അനന്തരാവകാശിയുടെ ഭാര്യയാണ്. അതായത് എനിക്ക് നൽകുന്ന അതേ സ്ഥാനം നീ എന്റെ മൂത്ത മകന്റെ മരുമകൾക്ക് നൽകണം. മേലി ഇപ്പോൾ സംസാരിച്ചതുപോലെ സംസാരിച്ചാൽ തൃക്കോട്ട് കോവിലകത്തിൽ നിന്നും നിന്നെ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ച് കളയും. സ്വന്തം മകളാണെന്ന് പോലും ഞാൻ നോക്കില്ല. ഓർത്തു വെച്ചോ നീ അത്. ഇനി അത് ആരായാലും തന്നെ. അംബികയെയും കൂടി നോക്കിക്കൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. അംബിക പേടിച്ചുകൊണ്ട് മുഖം താഴ്ത്തി കളഞ്ഞു. തന്റെ സ്വന്തം അമ്മയെക്കുറിച്ച് അവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ന്യായത്തിനല്ലാതെ ഒരു കാര്യത്തിനും അമ്മ നിൽക്കില്ല. ഇപ്പോഴും അധികാരവും അവകാശവും എല്ലാം അമ്മയ്ക്ക് തന്നെയാണുള്ളത്. അമ്മയുടെ എതിർത്ത് പറഞ്ഞാൽ ഉള്ള സ്വത്തുക്കളും കിട്ടില്ല. പാടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നുള്ള കാര്യം അംബികയ്ക്ക് ഉറപ്പായിരുന്നു. വാ മോളെ. ശ്രുതിയുടെ കൈയും പിടിച്ച് മുത്തശ്ശി മുന്നേ നടന്നു. പിറകിലായി ബാക്കിയുള്ളവരും. എല്ലാവരും പോയി കഴിഞ്ഞതും അനി വേഗം മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. ആ സമയം അനിക്ക് തന്റെ അമ്മയോടോ അച്ഛനോടോ ഒന്നും പറയാനില്ലായിരുന്നു. കാരണം അവരുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. ഹേമേ, എന്താണ് നിന്റെ വീട്ടുകാർ കാണിച്ചു കൂട്ടുന്നത്? ഈ വേണുഗോപാൽ ആരാണെന്ന് അവർക്ക് ശരിക്കറിയില്ല. എന്റെ കുഞ്ഞിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ വേണമല്ലോ വിവാഹം. അവൻ വിവാഹം കഴിക്കട്ടെ. ഒന്നിച്ച് ജീവിക്കുവാൻ ഞാൻ അനുവദിക്കില്ല അവരെ. എന്റെ മോൾ ഒരുത്തനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും ഞാൻ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. അതിനേതറ്റം വരെ ഈ വേണുഗോപാൽ പോകും. ത്രിലോക് അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും ഏട്ടാ, എന്റെ കുഞ്ഞിതെങ്ങനെ സഹിക്കും? അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ത്രിലോകിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. ഹേമയുടെ കണ്ണിൽ ആ സമയം വല്ലാത്ത ഭയം അലയടിക്കുന്നുണ്ടായിരുന്നു. കാരണം മാളവികയുടെ സ്വഭാവത്തെക്കുറിച്ച് ഹേമയ്ക്ക് നല്ലവണ്ണം അറിയാം. നീ പേടിക്കേണ്ട ഹേമേ, അവൾ നമ്മുടെ കുഞ്ഞാണ്. അങ്ങനെയൊന്നും തകർന്നു പോകുന്നവളല്ല. ഹേമയ്ക്ക് പേടിയുണ്ടെങ്കിലും തന്റെ മകളെ നല്ലവണ്ണം അറിയുന്ന വേണുഗോപാൽ അവരെ ആശ്വസിപ്പിച്ചു. തൃക്കോട്ട് കോവിലകത്തിന്റെ ഇളമുറ തമ്പുരാന്റെ വിവാഹം കാണുവാൻ ആ നാട്ടിലുള്ള നാനാജാതിയിൽപ്പെട്ട എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ത്രിലോകിന്റെ വാമഭാഗത്തായിരിക്കുന്ന ശ്രുതിയെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ അത്രയും സൗന്ദര്യവും വശ്യതയും ഉണ്ടായിരുന്നു അവളെ കാണുവാൻ.
മുത്തശ്ശി നൽകിയ പാരമ്പര്യമായി കൈമാറിയ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു ത്രിലോകിന്റെ അടുത്തിരിക്കുമ്പോൾ ശ്രുതിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അവളുടെ വലത് കൈ തന്റെ ഇടത് കൈ ചേർത്തുകൊണ്ട് ആ ഹേസൽ കണ്ണുകൾക്കൊന്ന് ചിമ്മിക്കൊണ്ട് ത്രിലോക് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഹേ ബേബി ഗേൾ, യു ലുക്ക് സോ ഹോട്ട്. ത്രിലോക് സ്വകാര്യമായി ശ്രുതിയോട് അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവപ്പുരാശി പടർന്നിരുന്നു. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ത്രിലോകിന്റെ അച്ഛൻ നീട്ടിയ താലിമാല ശ്രുതിയുടെ കഴുത്തിലേക്ക് ചാർത്തുമ്പോൾ അവൾ മനസ്സിൽ മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛന്റെയും മുഖം എല്ലാം മിന്നിമാഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കയ്യിലായി ഇട്ടു വീണതും ത്രിലോക് കണ്ണുകൾ ഉയർത്തി ശ്രുതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലായി മുകർന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരം എടുത്ത് ത്രിലോക് ശ്രുതിയുടെ സീമന്തരേഖ എന്നേക്കുമായി ചുവപ്പിച്ചു. പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാങ്ങി ആ വിവാഹം ഭംഗിയായി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ആ വിവാഹത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് പലരും ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും മുത്തശ്ശിയെയും ത്രിലോകിനെയും ഭയന്നുകൊണ്ട് ഒന്നും എതിർത്ത് പറഞ്ഞില്ല എന്ന് മാത്രം. നോ അച്ഛാ, അച്ഛാ, എനിക്ക് ത്രിലോകിനെ കാണണം, ഇപ്പോൾ തന്നെ. വേണുവിന് സത്യത്തെ മാളവികയോട് എന്താണ് പറയേണ്ടതെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞതിനേക്കാളും കുറച്ച് മുന്നെയാണ് മാളവിക സുബോധത്തിലേക്ക് വന്നത്. അയാൾ ഈ സമയം തന്റെ വാച്ചിലേക്കൊന്ന് നോക്കി. 12 മണി, വിവാഹം കഴിഞ്ഞിരിക്കുന്നു. എന്താ അച്ഛാ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് എന്റെ ത്രിലോകിനോട് സംസാരിക്കണമെന്ന്. മോളെ, നിനക്ക് അച്ഛനെ വിശ്വാസമില്ലേ? വേണുവിന്റെ ചോദ്യം കേട്ടതും മാളവികയുടെ പുരികങ്ങൾ ഒന്ന് ചുളിഞ്ഞു. എങ്കിലും അയാളെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ് അച്ഛാ. എന്താ അച്ഛാ പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? അത് പിന്നെ അച്ഛൻ പറയുന്നത് കേട്ട് മോൾ ഒരിക്കലും എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഈ അച്ഛനുണ്ട് മോളുടെ കൂടെ എല്ലാത്തിനും. അച്ഛാ, എന്നെ കൂടുതൽ ടെൻഷൻ ആക്കാതെ അച്ഛൻ കാര്യം പറയും. എന്റെ ത്രിലോകിന് എന്തെങ്കിലും സംഭവിച്ചോ? അതുപോലെ ശ്രുതി, എന്തായി അവരുടെ വിവാഹം? അത് ഇന്നല്ലേ? എന്നായിരുന്നു? ഇന്നലെയോ നാളെയോ? അതോ വിവാഹം ഇനി നടന്നില്ലേ? നടന്നില്ലായിരിക്കും അല്ലേ അച്ഛാ? കണ്ണുകൾ വിടർത്തിക്കൊണ്ട് മാളവിക അയാളോടായി ചോദിച്ചു. സത്യത്തിൽ അവൾക്ക് ടെൻഷൻ കയറി ദിവസം തന്നെ മറന്നുപോയിരുന്നു. അത് പിന്നെ മോളെ, അത് പിന്നെ ത്രിലോകിന്റെ വിവാഹം കഴിഞ്ഞു. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് മാളവിക വേണു പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഒരു നിമിഷം അവളുടെ യാതൊരു ചലനവും ഇല്ലാത്ത ഇരുത്തം കണ്ടതും വേണു ഒന്ന് ഭയന്നു. എങ്കിലും സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ട് അയാൾ അവളോട് പറഞ്ഞു, നോക്കുമാളു, നീ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ അത് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു തരും. പണ്ടു മുതൽ നിനക്ക് നിന്റെ അച്ഛനെ വിശ്വാസമല്ലേ? എന്റെ മോൾ ധൈര്യം കൈവിടരുത്. നിനക്ക് നേടിത്തരും ത്രിലോകിനെ. അതിനിപ്പോൾ കയറി വന്ന ആ അലവലാതി പെണ്ണിനെ കൊന്നിട്ടാണെങ്കിലും. അതെ അച്ഛാ, എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസമാണ്. ഇല്ല, ഞാനിപ്പോൾ പൊട്ടിത്തെറിക്കുന്നില്ല. ത്രിലോക് അവൻ എനിക്കുള്ളതാണ്. എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസമാണ്. എന്നേക്കാൾ ഏറെ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. രണ്ടിനെ രണ്ട് വഴിക്കാക്കിയില്ലെങ്കിൽ ഈ മാളവിക വേണുഗോപാലിന്റെ മകളായിരിക്കില്ല. താൻ വിചാരിച്ചതുപോലെ മാളവികയിൽ നിന്നൊരു പൊട്ടിത്തെറിയല്ല, പകരം ശാന്തമായ മുഖഭാവം കണ്ടതും അയാൾക്ക് മനസ്സിലായി അത് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഒരു ശാന്തതയാണെന്ന്. അമേരിക്ക. തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ശ്രുതിയുടെ ഫോട്ടോ സ്ക്രോൾ ചെയ്ത് നോക്കുകയായിരുന്നു ഫൈറവ്. അന്ന് ത്രിലോകിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നെങ്കിലും പിന്നീട് ശ്രുതിയുടെ അടുത്തേക്ക് പോകുവാൻ തനിക്ക് സാധിച്ചില്ല. പിറ്റേന്ന് തന്നെ അമേരിക്കയിലേക്ക് വരേണ്ടി വന്നു. ഒന്നും രണ്ടുമല്ല, കോടികളുടെ നഷ്ടമാണ് അല്ലെങ്കിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് താൻ തന്നെ നേരിട്ട് വന്നത്. ശ്രുതിയെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ച ഗാർഡ്സുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്തായാലും ഇന്ന് അവളെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ. കാരണം 2 ദിവസം കൂടി എനിക്ക് ഇവിടെ നിൽക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ് ത്രിലോകിനെ പരലോകത്തേക്ക് അയച്ചുകൊണ്ട് എനിക്ക് ശ്രുതിയെയും കൊണ്ട് ഈ നാട് തന്നെ വിടണം. തന്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ ഭൈരവ് തിരിഞ്ഞു നോക്കിയതും കണ്ടു കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന തന്റെ പിയെ. എന്തായി രാജീവ്, കിട്ടിയോ നാട്ടിലെ കാര്യങ്ങൾ? എന്താണ് ശ്രുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ? അത് പിന്നെ സാർ, രാജീവും നമ്മുടെ 5 ഗാർഡ്സുകളും ഹോസ്പിറ്റലിലാണ്. വാട്ട്? അതെ സാർ, ആക്സിഡന്റ് എന്നാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അതുകൂടാതെ ഒരു കാര്യം കൂടി. അത് പറയുമ്പോൾ പേടികൊണ്ട് പിയയുടെ മുഖം എല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. എന്താ? ഭൈരവന്റെ മുഖം അപ്പോഴും വല്ലാത്തൊരു ഭാവം കൈവരിച്ചിരുന്നു. ടെൽ മീ യു ഡാം ഇറ്റ്. ഭൈരവന്റെ അലർച്ചയിൽ പിയ 2 അടി പുറകോട്ടേക്ക് മാറി നിന്നു പോയി. അത് പിന്നെ ശ്രുതി മാഡത്തിന്റെ വിവാഹം കഴിഞ്ഞു. ത്രിലോകാണ് വരൻ. വാട്ട്? നോ. രാത്രിയിൽ ത്രിലോകിന്റെ മുറിയിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൈയിൽ കൊടുത്ത് കൗസല്യ ശ്രുതിയെ പറഞ്ഞയച്ചു. അനിയന്ത്രിതമായി മിടിക്കുന്ന ഹൃദയത്തോടെ ശ്രുതി ഓരോ ചുവടുകൾ വെച്ചുകൊണ്ട് ത്രിലോകിന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി പാൽ മേശയുടെ മേൽ വെച്ചുകൊണ്ട് റൂം അടച്ച് തിരിഞ്ഞതും ശ്രുതി കാണുന്നത് മൊബൈലിൽ ആരോട് സംസാരിക്കുന്ന ത്രിലോകിനെയാണ്. ത്രിലോകം ശ്രുതിയെ അവിടെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തെ ബാൽക്കണിയിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും ശ്രുതി പതിയെ ആ മുറിയൊന്ന് വീക്ഷിച്ചു. വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു മനോഹരമായ വലിയ മുറിയായിരുന്നു അവന്റേത്. പഴയ തറവാടായതുകൊണ്ട് തന്നെ ആ മുറി മുഴുവൻ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറും ചുമരും എല്ലാം മരം. ചന്ദനത്തടിയാണെന്ന് ആ മുറിയിലെ ചന്ദനഗന്ധത്തിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലായി. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ മുറിയുടെ ചന്ദനഗന്ധം അവൾ നാസികയിലേക്ക് വലിച്ചു കയറ്റുന്ന സമയം തന്നെയാണ് ശ്രുതിയുടെ കഴുത്തിടുക്കിലായി ഒരു പൊള്ളുന്ന ചൂട് നിശ്വാസം വന്ന് തട്ടിയത്.
കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ തന്റെ അണിവയറിലായി മുറുകുന്ന ത്രിലോകിന്റെ കൈകൾക്ക് മുകളിൽ ശ്രുതി തന്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിന്നു. അവൾ കണ്ണടച്ച് അവന്റെ നെഞ്ചിലേക്കായി തല ചായച്ചു നിന്നു. ഹേയ് ബേബി ഗേൾ, പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നിന്നെ ആ വിവാഹ വസ്ത്രത്തിൽ കണ്ടപ്പോഴുണ്ടല്ലോ എന്റെ പെണ്ണേ. ത്രിലോകിനെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ശ്രുതി പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പുണർന്നു. അവളുടെ മുഖത്ത് പടർന്നിരിക്കുന്ന ചുവപ്പ് രാശിയെ അവൻ കാണാതിരിക്കാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു ശ്രുതി. ശ്രുതി ഇനിയൊരു കാത്തിരിപ്പില്ല, സ്വന്തമാക്കുകയാണ് നിന്നെ എല്ലാ അർത്ഥത്തിലും ഈ ത്രിലോകിന്റെ ഭാര്യയായി. നിന്നോടൊരു സമ്മതം ചോദിക്കുന്നില്ല, കാരണം നിന്റെ മുഖത്തുണ്ട് എനിക്കായിട്ടുള്ള ഉത്തരം. അത്രയും പറഞ്ഞ് അവളെ എടുത്തുയർത്തി ബെഡിലായി ശ്രുതിയെ കിടത്തി. തന്നിലേക്ക് അമരുന്നവനെ അവൾ പ്രണയപൂർവ്വം നോക്കി. എന്തുകൊണ്ടോ അവന്റെ നോട്ടം താങ്ങാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ പതിയെ അവളുടെ കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. ഡോണ്ട് ക്ലോസ് യുവർ ഐസ് ബേബി ഗേൾ. അവൾ പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് അടയ്ക്കാൻ ശ്രമിച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണുകൾ തുറന്ന നിമിഷം തന്നെ ത്രിലോക് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. അവളിൽ നിന്നും ഒരു ശീൽക്കാര ശബ്ദം ഉയർന്നു. അത് അവളെ കൂടുതൽ അലിഞ്ഞു ചേരാൻ അവനെ പ്രേരിപ്പിച്ചു. ശ്വാസം വിലങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകളെ വിട്ടകന്ന് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. ത്രിലോക്. അവൾ ഒന്ന് പുളഞ്ഞുകൊണ്ട് അവന്റെ പുറത്തേക്ക് അവളുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആകമാനം നോവിച്ചും നുണഞ്ഞു അലഞ്ഞു നടന്നു. തന്നിൽ നിന്നും വസ്ത്രങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്നത് അവൾ ഒരു നാണത്തോടെ അറിഞ്ഞു. ശ്രുതിയുടെ നാവിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഓരോ സിൽക്കാര ശബ്ദവും അവളിലേക്ക് അവനെ കൂടുതൽ ഭ്രാന്തമായി ഒഴുകി നടക്കാൻ പ്രേരിപ്പിച്ചു. എപ്പോഴും അവളിലെ സ്ത്രീയെ പൂർണ്ണമാക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ശ്രുതി വേദന കൊണ്ട് അലറിക്കരഞ്ഞു പോയിരുന്നു. ജീവൻ പോകുമെന്ന് തോന്നിയ ഓരോ നിമിഷവും ത്രിലോക് അവന്റെ ചുണ്ടുകളെ കൊണ്ട് ചുംബനങ്ങൾ നൽകി അവൾക്ക് പുതുജീവനേകി. ഒരു കിതപ്പോടെ വിറച്ചുകൊണ്ട് ത്രിലോക് അവളുടെ മാറിലേക്ക് വീണതും ശ്രുതി ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. ശ്രുതിയുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ ത്രിലോക് തന്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവൻ നൽകിയ പ്രണയത്തിൽ അവൾ തളർന്നു പോയിരുന്നു. ത്രിലോകിന്റെ ശരീരത്തിന്റെ ഭാരം കൊണ്ടാണെന്ന് തോന്നുന്നു ശ്രുതിക്ക് തന്റെ ശരീരമാകെ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. തളർന്നുപോയ ശ്രുതിക്ക് ത്രിലോകിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടി കഴിഞ്ഞില്ല. അവളുടെ തളർച്ച കണ്ടതും ത്രിലോകിന് പാവം തോന്നി. അവൻ മറ്റൊന്നും പറയാതെ ശ്രുതിയെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ഒരു പുതപ്പെടുത്ത് ഇരുവരുടെ നഗ്നമായ ശരീരം മറച്ചു. ഹേ ബേബി ഡോൾ, നീ ഒരുപാട് സുന്ദരിയാണ് ബേബി ഡോൾ, ഒരുപാട് ഒരുപാട്. അവന്റെ തുറന്ന പറച്ചിൽ ആ തളർച്ചയിൽ പോലും ശ്രുതിയുടെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നിരുന്നു. രാവിലെ ആദ്യം ഉണർന്ന് ശ്രുതി തന്നെയായിരുന്നു. പതിയെ എഴുന്നേറ്റ് തന്റെ നഗ്നമായ ശരീരം പുതപ്പുകൊണ്ട് മൂടി അവൾ അല്പസമയം ഇരുന്നു. നിലത്ത് തന്നെ വലതുകാൽ വെച്ചതും ശരീരത്തിലൂടെ ഒരു സൂചി കുത്തിയിറങ്ങുന്ന വേദന പോലെ തോന്നി ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെ തളർച്ചയോടെ അവൾ ആ കട്ടിൽ ക്രോസിന്മേൽ തല വെച്ച് ചാഞ്ഞു കിടന്നു. പക്ഷെ എന്താണെന്നറിയില്ല, തന്നെ പൂർണ്ണനാക്കിയ ത്രിലോകിനോടുള്ള സ്നേഹം അവൾക്ക് മനസ്സിൽ കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ സമയം തന്റെ അടുക്കൽ നിന്നും ശ്രുതിയുടെ സാമീപ്യം പോയതുകൊണ്ടാണെന്നും അറിയില്ല, കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ത്രിലോക് കാണുന്ന കട്ടിലിന്റെ ഓരത്തായി ഇരിക്കുന്ന ശ്രുതിയെയാണ്. അവൻ വേഗം എഴുന്നേറ്റ് കബോർഡിൽ നിന്ന് ഷോർട്സ് എടുത്തിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, ആർ യു ഓക്കേ? അവന്റെ പരിഭ്രാന്തി നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രുതി പതിയെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. അപ്പോഴാണ് ത്രിലോകിന് ശരിക്കും ആശ്വാസമായത്. തന്റെ ഇരു കൈകളാൽ അവളെ എടുത്തുയർത്തി ശ്രുതി അവൻ ബാത്റൂമിൽ നിർത്തി. പെട്ടെന്ന് അവന്റെ പ്രവൃത്തിയിൽ ശ്രുതി ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു പോയി. ത്രിലോക്, ഞാൻ നടന്നോളാം, അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അത് വേണ്ട, നിനക്ക് തീരെ വയ്യ, ഞാൻ തന്നെ ബാത്റൂമിൽ എത്തിച്ചു തരാം. അതും പറഞ്ഞ് ത്രിലോക് അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു കയറി. ഹോട്ട് വാട്ടറിൽ കുളിച്ചാൽ മതി, ദേഹത്തെ വേദനയെല്ലാം മാറും. അതും പറഞ്ഞ് അവളെ നോക്കി വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ വർക്കൗട്ട് ചെയ്യാൻ അടുത്ത അവന്റെ റൂമിലേക്ക് പോയി. പുറത്തിരുന്ന് പത്രം വായിക്കുമ്പോഴാണ് ശ്രുതി ത്രിലോകിനായിട്ടുള്ള ഗ്രീൻ ടീ കൊണ്ടുവന്നത്. ശ്രുതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ത്രിലോക് അവളുടെ കയ്യിൽ നിന്നും ഗ്രീൻ ടീ വാങ്ങി കുടിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്ന മാളവികയും വേണുവിനെയും ഹേമയും കണ്ടത് ത്രിലോക് അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വീണ്ടും പത്രം വായിക്കുവാൻ തുടങ്ങി. ഈ സമയം മാളവിക തറവാട്ടിലേക്കുള്ള ഓരോ പടികൾ കയറുമ്പോഴും ശ്രുതിയുടെ കഴുത്തിലായി കാണുന്ന ത്രിലോക് ചാർത്തിയ താലിയിലേക്കും സിന്ദൂര രേഖയിലേക്കും മാറി മാറി നോക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ദേഷ്യമെല്ലാം അമർത്തി അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ മാളവിക അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിറകെ തന്നെ വേണു ഹേമയും ത്രിലോകിനെയും ശ്രുതിയെയും ഒന്ന് നോക്കിക്കൊണ്ട് പിറകെ പോയതും അത്രയും നേരം ശ്വാസം പിടിച്ചു നിന്ന ശ്രുതി ശ്വാസം വലിച്ചു വിട്ടു. ഇത് കണ്ട ത്രിലോക് അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. ആദ്യമായി കാണുന്ന കൊച്ചുകുട്ടിയെ പോലെ ത്രിലോകിന്റെ പുഞ്ചിരിയിലേക്ക് അറിയാതെ തന്നെ കണ്ണുമിഴിച്ചു നോക്കി നിന്നുപോയി ശ്രുതി.